എൻ്റെ സദസ്സിലൊക്കെ കുഞ്ഞുമക്കളൊക്കെ മരണപ്പെട്ടു പോയവർ ഉണ്ടെങ്കിലൊക്കെ ശ്രദ്ധിച്ചോളി. അവർക്കൊരു സന്തോഷ വാർത്തയാണ് ഈ പറയുന്നത്. അവരുടെയൊക്കെ മക്കൾ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ടാവും. ശരി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കുഞ്ഞു പൈതലുകൾ മരണപ്പെട്ടു പോയില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലിരുന്നിട്ടാണ് അവസാനത്തെ കുട്ടി ഇബ്രാഹിം റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഖാസിം അബ്ദുല്ലാ ഇബ്രാഹിം 10 മാസം 8 മാസം 17 മാസം ഒക്കെയായ കുഞ്ഞു പൈതലാണ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. ഒരു തെളിവാ ബീവേ, നബിതങ്ങൾ യതീമായി ജനിച്ചു. ഒരു തെളിവാണ് നമുക്ക്. യതീമായ മക്കൾ ആരാണ്? യതീം എന്ന് പറഞ്ഞാൽ ആരാണ്? കുഞ്ഞുമക്കൾ നബിതങ്ങളുടെ വഫാത്തായി പോയി. ആമക്കളാണ് വഫാത്തായി പോയി. നബിതങ്ങളുടെ ഹയാത്തിൽ ജീവിച്ചിരുന്ന പെമ്മക്കളായിരുന്നു. നബി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആമക്കളെക്കാൾ പെമ്മക്കളെയായിരുന്നു. അതിലും തെളിവുകളാണ്. ഇതൊക്കെ നമുക്കൊരു പാടാണ്. നമ്മുടെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഇത് നമുക്കൊരു പാടാണ്. പെമ്മക്കൾ നമുക്കൊരു പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്തിൽ ജീവിതത്തിൽ 3 പെമ്മക്കൾ മരിച്ചുപോയി. ആ 3 പെമ്മക്കളെ എങ്ങനെയാണ് നബിതങ്ങൾ അടക്കിയത്? അത് നമുക്കൊരു പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഒരു പെൺകുട്ടി മാത്രം, ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബിതങ്ങൾ വലിയ ഇഷ്ടപ്പെട്ട മോളാണ്. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമത്രേ. നബിതങ്ങൾ ഇരിക്കുന്ന അതേ കസേരയിൽ ആ ഫാത്തിമ എന്ന പൊന്നുമോളെ ഇരുത്തുമായിരുന്നു. അതാണ് പെമ്മക്കളോടുള്ള ആദരവ്. നബിതങ്ങൾ പെമ്മക്കളെ ആദരിച്ചു, ബഹുമാനിച്ചു. എഴുന്നേറ്റ് ഫാത്തിമയെ കണ്ടിട്ട് എഴുന്നേറ്റു. ഏത് യാത്ര പോയാലും ഫാത്തിമ എന്ന മോളെ കാണാതെ വിശ്രമിക്കൂല. അതാണ് നബിതങ്ങൾ ആ പെൺകുട്ടിയോട് ഉള്ള സ്നേഹം. അൽബനാതു ഹസനാത് വൽബനൂന ഹിസാബ്. പെൺമക്കൾ ഐശ്വര്യമാണ്, അഭിവൃദ്ധിയാണ്, ആഘോഷമാണ്, ആഹ്ലാദമാണ്. അഭിനന്ദനങ്ങൾ. അൽബനാതു ഹസനാത്. അത്ര വലിയ വാക്കാണ് നബി തങ്ങൾ പറഞ്ഞത്. വൽബനൂന ഹിസാബ്. ആൺമക്കൾ അനുഗ്രഹമാണ്. അനുഗ്രഹത്തിന് അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയണം. ആൺമക്കൾ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് ഇവൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തിന് വാപ്പ ഉമ്മ മറുപടി പറയണം ആഖിറത്തിൽ. അതാണ് ഹദീസ്. അപ്പൊ നബിതങ്ങളുടെ ഹയാത്തിൽ കൊച്ചു കുട്ടികൾ മരിച്ചുപോയി. അവസാന വഫാത്താകുന്ന ഇബ്രാഹിമാണ്. കയ്യിലിരുന്ന് മരണപ്പെടുകയാണ്. പനി കൂടിയിട്ട് വഫാത്താകുമ്പോ നബിതങ്ങളുടെ കണ്ണ് ഈറനണിയുകയാ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അടുത്തിരിക്കുകയാണ്. നബിതങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിക്കുകയാണ്, വ അൻത യാ റസൂലല്ലാഹ്, വ അൻത യാ റസൂലല്ലാഹ്, ഞങ്ങളോട് കരയരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കരയുകയാണോ? ഹബീബായ തങ്ങൾ പറഞ്ഞു, യബ്നഉ ഹാദിഹി റഹ്മാ. ഇബ്നു ഔഫ്, ഇതെന്റെ കണ്ണിൽ നിന്ന് വരുന്നത് റഹ്മത്തിന്റെ കണ്ണുനീരാണ് കേട്ടോ. ഈ കുഞ്ഞിന്റെ വഫാത്തിന്റെ പേരിൽ, ഈ കുഞ്ഞു മക്കള് മരിച്ചു പോയതിന്റെ പേരിൽ എനിക്ക് കരയാനൊരവസരം അല്ലാഹു നൽകിയാൽ എന്റെ ഇബ്രാഹിം എന്നിൽ നിന്ന് വിട പറഞ്ഞതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരയുന്നത് ഞാനായിരിക്കും ഇബ്നു ഔഫ്. പക്ഷെ അല്ലാഹ്ക്ക് നിരക്കാത്തതൊന്നും ഞാൻ പ്രവർത്തിക്കൂല സ്വഹാബ. പക്ഷേ ഇതെന്റെ റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ കണ്ണുനീരാണ് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹ്ക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മൾ ഒരു മരണത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടരുത്. അതാണ് പ്രവാചകൻ പറഞ്ഞത്. നിലവിളിച്ച് ഒപ്പാരയിട്ട് നെഞ്ചത്തടിച്ച് മുഖത്തടിച്ച് വസ്ത്രം കീറി ഒന്നും നിങ്ങൾ കരയരുത് കേട്ടോ. അങ്ങനെയുള്ള കരച്ചിൽ ഇസ്ലാം വിരോധിക്കുന്നു, നിരോധിക്കുകയാണ്. അല്ലാതെ റഹ്മത്തിന്റെ കണ്ണുനീര് ഒരിക്കലും അത് നിരോധിക്കുന്നില്ല. അത് ഓരോ മയ്യത്തിന്റെ പേരും നാം കൊഴിക്കേണ്ടതാണ്. അതിന്റെ പേരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മയ്യത്തിന് ആ ഖബറിൽ റഹ്മത്ത് ചെയ്യുമത്രേ. അതാണ് റഹ്മത്തിന്റെ കണ്ണുനീര്. അത് വേണം. പൊട്ടിക്കറിഞ്ഞ് നിലവിളിച്ചുള്ള അട്ടഹസിച്ചുള്ള കരച്ചിൽ അതാണ് പാടില്ലാത്തത്.
അപ്പോൾ കുഞ്ഞുമക്കള് മരണപ്പെട്ടു പോയി. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെയും മക്കള് മരിച്ചു പോകും എന്നാണ് അതിന്റെ അർത്ഥം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, ഇന്നൽ അത്ഫാല യജ്തമിഊന ഫീ മൗഖിഫിൽ ഖിയാമ ഇൻദ അറദിൽ ഖലായിഖ്. നാളെ മഹ്ശറാവൻ സഭയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വേളയിൽ നമ്മുടെ കുഞ്ഞുമക്കളെയും അവിടെ ഒരുമിച്ച് കൂട്ടുകയാണ്. ഈ കുഞ്ഞുമക്കളോട് അല്ലാഹുവിന്റെ മാലാഖമാര് പറയുകയാണ്, ഇദ്ഹബൂ വദ്ഖുലൂ ഇലാ ബാബിൽ ജന്നാ. നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണേ, സ്വർഗ്ഗത്തിന്റെ വാതിൽക്കലേക്ക് നിങ്ങൾ പോകണേ. കുഞ്ഞുമക്കളെല്ലാവരും ഓടി ഓടി പോവുകയാണ്. മുത്തുകൾ വിതറപ്പെടുന്നത് പോലെ ഈ കുഞ്ഞുമക്കൾ മുഴുവനും സ്വർഗത്തിന്റെ വാതിൽക്കൽ എത്തുമ്പോ ആ സ്വർഗത്തിന്റെ മാലാഖമാർ അവരെ സ്വാഗതമോദി ക്ഷണിക്കുകയാണ്. മർഹബാ 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 മർഹബൻ ബിദുറാറിൽ മുസ്ലിമീൻ. മുസ്ലിം ലോകത്തിന്റെ പുഷ്പങ്ങളെ, പവിഴങ്ങളെ, മണിമുത്തുകളെ, ശൈശവത്തിൽ ന്യൂ ബോൺ ബേബി ആയിരിക്കുമ്പോ സ്വർഗത്തിലേക്ക് കടന്നു വന്ന മക്കളെ, നിങ്ങൾക്ക് സ്വാഗതം സ്വാഗതം, കടന്നു വരണേ കടന്നു വരണേ. ഏതെല്ലാം മക്കൾ മരണപ്പെട്ടിട്ടുണ്ടോ? പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് എത്രയെത്ര കുഞ്ഞുമക്കൾ മരിച്ചു പോയിട്ടുണ്ടോ? അവരെല്ലാം സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. മലക്കുകൾ പറയുകയാണ്, ഉദ്ഖുലൂ അൽ ജന്ന, സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം കേട്ടോ. ഉടനെ ആ മക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല കേട്ടോ, സ്വർഗത്തിലേക്ക് കയറൂല. സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നിട്ട് മലക്കുകളോടൊരു ചോദ്യമുണ്ട്. ഇന്ന് പിടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കളുണ്ടല്ലോ, ഉമ്മാന്റെ ഒക്കത്ത് പാല് കുടിച്ചു കൊണ്ടിരിക്കുമ്പോ ഷഹീദാക്കപ്പെട്ട പൊന്നുമോളുണ്ടല്ലോ, ആ കുഞ്ഞുമക്കളടക്കം സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നിട്ട് ചോദിക്കുകയാണ്, ഐന ആബാഉനാ വ ഉമ്മഹാതുനാ, എവിടെ ഞങ്ങളുടെ ഉപ്പ, എവിടെ ഞങ്ങളുടെ ഉമ്മ? ലാ നദ്ഖുലുൽ ജന്ന ഇല്ലാ മഅ ആബാഇനാ വ ഉമ്മഹാതിനാ. അല്ലാഹുവാണ് സത്യം, ഞങ്ങളുടെ ഉപ്പ ഉമ്മയില്ലാതെ ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല കേട്ടോ. ഫയതല്ലാഹൂ വയൽജൗന ലജ്ജാ. സ്വർഗത്തിന്റെ വാതിൽക്കൽ കടന്ന് പൊട്ടിത്തെറിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്, നിലവിളിക്കുകയാണ്. ഭയങ്കരമായ ശബ്ദ കോലാഹലത്തോടെ സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ച് അവരെ വിളിക്കുകയാ, എന്റെ ഉപ്പ, എന്റെ ഉമ്മ എവിടെ? ഞങ്ങളുടെ ഉമ്മ എവിടെ? ഉപ്പ എവിടെ? ഉടനെ അല്ലാഹു ചോദിക്കുകയാണ്, ഏ മലക്കുകളെ, മാ ഹാദിഹിൽ ലജ്ജ, എന്തേ സ്വർഗത്തിന്റെ വാതിൽക്കൽ ഒരു വല്ലാത്ത ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നുവല്ലോ? ഉടനെ ബഹുമാനപ്പെട്ട മാലാഖമാർ അല്ലാഹുവിനോട് പറയുകയാ, യാ അല്ലാഹ് റബ്ബനാ അത്ഫാലുൽ മുസ്ലിമീൻ. അല്ലാഹുവേ, മുസ്ലിം മക്കളുടെ കുഞ്ഞുമക്കളാണ്, മുസ്ലിമീങ്ങളുടെ കുഞ്ഞുമക്കളാണ്. വഹും യഖൂലൂന ലാ നദ്ഖുലുൽ ജന്ന ഇല്ലാ മഅ ആബാഇനാ വ ഉമ്മഹാതിനാ. അവർ പറയുകയാണ്, റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളില്ലാതെ ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണ് അവർക്ക് മറുപടി നൽകിയത്? ഞങ്ങൾ അവരോട് പറഞ്ഞു, ഇന്നഹും ലൈസു മിസ്ലക്കും വഹും യുഹാസബൂന അലൈഹാ വയുതാലബൂൻ. അവർ നിങ്ങളെ പോലെയല്ല മക്കളെ, അവർ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ. അവര് വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിചാരണയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കണേ, സ്വർഗത്തിൽ പ്രവേശിക്കണേ.
ഞങ്ങൾ പറഞ്ഞു നോക്കി പടച്ചവനെ, പക്ഷേ അവരത് കേൾക്കുന്നില്ല. അല്ലാ, അവർക്ക് അവരുടെ മാതാപിതാക്കളില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് വാശി പിടിക്കുകയാണ് പടച്ചവനെ. അല്ലാഹു കരുണയുള്ളവനാ. 70 ഉമ്മമാരേക്കാൾ തന്റെ ദാസനോട് കരുണയുള്ള നാഥൻ മലക്കുകളോട് പറയുകയാണ്, മലക്കുകളെ, തഖല്ലലൂ വൽ ജുമുഅ വഖുദൂ ബിഐദീഹിം. അവരെ ആ ജനസഞ്ചയത്തിലേക്ക് ഒന്ന് ഇറക്കി വിടണേ. ആ കുഞ്ഞുമക്കളെ ജനങ്ങളുടെ കൂട്ടത്തിലേക്കൊന്ന് ഇറക്കി വിടണേ. അവരവരുടെ മാതാപിതാക്കളുടെ കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ. ആ മാതാപിതാക്കൾക്കിനി ഹിസാബില്ല, വിചാരണയില്ല. ആ മക്കളെ എടുത്ത് ചുംബിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളട്ടെ. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സ്വർഗത്തിൽ അവരുടെ വീട്ടിന്റെ പേര്, സ്വർഗത്തിന്റെ വീടിന്റെ പേര് ബൈത്തുൽ ഹംദ്. ആ സ്വർഗത്തിന്റെ പേരാണ് ബൈത്തുൽ ഹംദ്. നേരെ അവർ വീട്ടിലേക്ക് കയറും. മക്കൾ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. മക്കൾ അവർക്ക് വേണ്ടി ശഫാഅത്ത്. അപ്പൊ ചെറുപ്പത്തിൽ മരിച്ചുപോയ കുഞ്ഞു മക്കൾ, മരണപ്പെട്ടു പോയിട്ടുള്ള ഉമ്മമാർക്ക് സന്തോഷിക്കാം. അവർ നാളെ ആ മക്കളോടൊപ്പം സ്വർഗത്തിലാണ്. അപ്പൊ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ മക്കളൊക്കെ ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ കുഞ്ഞുങ്ങൾക്ക് ആരാണ് മുല കൊടുക്കുന്നത്? ഈ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നത് ആരാണ്? കുഞ്ഞുമക്കളെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിവെച്ചിട്ട് ഹയ എന്ന പൊന്നുമോളടക്കം എഴുതി വെച്ചില്ലേ, ഞാനിതാ സ്വർഗത്തിലേക്ക് പോവുകയാ, എൻ്റെ കളിപ്പാട്ടം മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം കേട്ടോ എന്നൊക്കെ എഴുതി വെച്ചു പോയ പൊന്നുമക്കള് കളിപ്പാട്ടം കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആരാണ് നമ്മുടെ മക്കളെ, ആരാണ് നമ്മുടെ കുഞ്ഞുമക്കളെ സ്വർഗലോകത്ത് അവർ മരണപ്പെട്ടതിന് ശേഷം അവരെ പരിപാലിക്കുന്നത് ആരാണ് നബിയെ എന്ന് സഹാബാക്കൾ നബി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യകുഫുലുഹും അയ്യർആഹും ബഅദ മൗതിഹിം. ആ കുഞ്ഞുമക്കൾ മരണപ്പെട്ടതിന് ശേഷം അവരെ പരിപാലിക്കുന്നത് ആരെന്നറിയോ? നബിയുല്ലാഹി ഇബ്രാഹിം വസൗജതുഹു ഹാജറ സാറാ വഹാജറ. ഹബീബായ തങ്ങളെ സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന് ഫലസ്തീനിന്റെ മണ്ണിൽ പിടഞ്ഞു വീഴുന്ന ഉമ്മയെ ഉപ്പയെ കണ്ടിട്ടില്ലാത്ത ആ കുഞ്ഞു കളി, ആ കളി പോലും മാറിയിട്ടില്ലാത്ത, ചിരി പോലും മങ്ങിയിട്ടില്ലാത്ത ആ കുഞ്ഞു ഹൃദയങ്ങളെ ആരാണ് പരിപാലിക്കുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവരെ പരിപാലിക്കുന്നത് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, അവരുടെ ഭാര്യയായ സാറാ ഹാജറ, അവരാണ് ആ കുഞ്ഞുമക്കളെ പരിപാലിക്കുന്നത്, അവരെ മുലയൂട്ടുന്നത്, അവരെ കളിപ്പിക്കുന്നത്, അവരെ സന്തോഷിപ്പിക്കുന്നത്, അവരെ രസിപ്പിക്കുന്നത്. ഹത്താ യറുദ്ദഹും ഇലാ ആബായിഹിം വ ഉമ്മഹാതിഹിം യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ ഇവരുടെ യഥാർത്ഥ മാതാപിതാക്കൾ വരുമ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി വസൗജതുഹു സാറാ, അവരുടെ ഭാര്യയും ഈ മക്കളെ അവരുടെ ഉമ്മ ഉപ്പയുടെ കൈകളിൽ ഏൽപ്പിക്കുമത്രേ. നബിയുന റസൂലുള്ളാഹി. ഈ ഒരു ഭാഗ്യം വേറെ ആർക്കുണ്ട്? ഈ ഒരു ഭാഗ്യം ആർക്കുണ്ട്? ഇബ്രാഹിം നബിയാണ് വാപ്പാടെ സ്ഥാനത്ത്. അതാണല്ലേ അള്ളാഹു പറഞ്ഞ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇബ്രാഹിം നബിയെ കുറിച്ച് എന്റെ വാപ്പാന്നല്ലേ? ദഅവത്തു അബി ഇബ്രാഹിം. കൊടുക്കി കാപ്പിയോട് കാരണം അവർ പ്രസംഗം കേട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. കാപ്പിയോട്. ദഅവത്തു അബി ഇബ്രാഹിം, ദഅവത്തു അബി ഇബ്രാഹിം, എന്റെ വാപ്പ ഇബ്രാഹിം, അബി ഇബ്രാഹിം. എന്താ അവിടെ ഒരു ബഹളം? കാപ്പി വിളമ്പുന്ന സൗണ്ടാന്നാ? ബക്കറ്റ് വരും ഒക്കെ ഉണ്ടാ? എന്നാ പിന്നെ അതൊക്കെ എടുത്തോളി, എല്ലാം എടുത്തോളി. ഞാൻ കൊടുത്തോ, തീറ്റയും കൂടി നടക്കട്ടെ, പ്രസംഗം തീർന്നു. നീ തീറ്റയും കൂടിയാണ്.
യബീതു ഖൗമുൻ മിൻ ഹാദിഹിൽ ഉമ്മ ബിഅക്ലിൻ വശുർബിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. നല്ല കാപ്പിയാണ് അല്ലേ? കാപ്പിയെല്ലാം ഫ്രീ ആണോ അതോ പൈസ? സഹോദരൻ ഓഫറാണ്. അല്ലാഹു തആല ഹൗദുൽ കൗസറിന്റെ വെള്ളം കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. ആ ബക്കറ്റും കൂടെ എടുത്തോളി. ഇതിപ്പോ എല്ലാം നാഗൂറനീവ പാടിയതുപോലെ ഒരു കയ്യിൽ വേദം മറുകയിൽ നബിബോധം ഇറുക്കുമ്പോ ഊനക്കെണ്ണ കവലൈ എന്ന് പറഞ്ഞ പോലെ ഒരു കയ്യിൽ കാപ്പി മറുകയ്യിൽ ബിസ്ക്കറ്റ് ബക്കറ്റ് കൊണ്ടുവന്നാൽ എന്നെ എന്താ ചെയ്യാൻ? ബക്കറ്റില്ല കുടിച്ചിട്ട് എൻ്റെ ഗ്ലാസ് തന്നെ തിട്ടരും വേസ്റ്റ്. അവൻ ഈ ചായ കുടിക്കുന്ന സമയത്ത് വെറുതെ നമ്മളിനി ഇത് പനി അങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം വാത് നടക്കൂലല്ലോ. ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എവിടെ വാത് നടക്കാനാണ്? വാതിൻ്റെ പണി തീർന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ. ഇനി അടുത്ത ബക്കറ്റും പിരിവും ദുആയും എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് 11:30 ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പെണ്ണുങ്ങളൊക്കെ അവിടെ സംസാരം തുടങ്ങി. ബൈത്തുൽ മുഖദ്ദസ് ഇപ്പോൾ റെഡിയായിരിക്കും എല്ലാവരും. അൽഹംദുലില്ലാഹ്. ചായ കുടിച്ച് കഴിയട്ടല്ലേ? അല്ലെങ്കിൽ പൈസ എടുക്കണ്ടേ? ഒരു കയ്യിൽ ബിസ്ക്കറ്റൊക്കെ ആയിട്ടിരിക്കല്ലേ? പെണ്ണുങ്ങൾക്ക് കൊടുത്താ? ചായ കൊടുത്താ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹ്, ചായ കുടിച്ചതിൻ്റെ എരി മാറണമെങ്കിൽ വേറെ പച്ചവെള്ളം കുടിക്കണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്താ ഈ പെണ്ണുങ്ങളോട് ഭയങ്കര സംസാരം? ആ പിള്ളേരെയൊക്കെ സംസാരം ഒതുക്കി നിർത്ത്. എൻ്റെ അമ്മ കുളന്തൈകൾ ഏൻ സത്തം പോടുന്നമ്മാ, கொஞ்சம் ஒதுக்கமா இருக்க சொல்லுங்கம்மா. குழந்தைகள் சத்தம் போடு. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് വലിയ വിഷമം ഉണ്ടാവും. ഈ ഹദീസൊക്കെ കേട്ടപ്പോൾ എങ്ങനെയുണ്ട്? സന്തോഷമുണ്ടോ? അല്ലേ? അതുകൊണ്ട് നമുക്കത് അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം. ഇബ്രാഹിം നബി പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ആരെയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസിന്റെ വ്യക്തിയാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്ത് ഈ ബൈത്തുൽ മുഖദ്ദസിന് ജൂതന്മാരോട്ടൊരു ബന്ധവുമില്ല. ബൈത്തുൽ മുഖദ്ദസിന് ജൂതന്മാരോട്ട് യാതൊരു ബന്ധവുമില്ല. അതിന് ചരിത്രം വേറെ, വിഷയങ്ങൾ തന്നെ വേറെയാണ്. മാ കാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്റാനിയാ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. അല്ലാഹു തആല ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞ വാക്കെന്താ? ഇബ്രാഹിം നബി യഹൂദിയല്ല നസ്രാനിയല്ല. ബൈത്തുൽ മുഖദ്ദസ് യഹൂദൻ എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിപാലിച്ചു. ഇബ്രാഹിം നബി മകൻ ഇസ്ഹാഖ് ചേർത്ത് പരിപാലിച്ചു. ഒന്നാമത്തെ ഖിബ്ലയാണ് ബൈത്തുൽ മുഖദ്ദസ്. ഒന്നാമത്തെ ഖിബ്ലയാണ് ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് എന്താണെന്ന് നമ്മൾ ലോകം അറിയണം. ബൈത്തുൽ മുഖദ്ദസ് ഒന്ന് പഠിക്കണം. വെറുതെ ചുമ്മാ ഒരു യുദ്ധം ഉണ്ടായതല്ല വിഷയം. ബൈത്തുൽ മുഖദ്ദസ് എന്തുകൊണ്ടാണ് ഇന്ന് വരെ ഇത്രയും പേര് മരിച്ചല്ലോ സുഹൃത്തെ? ഈ ഹമാസുകാരൻ ചെയ്തു കൂട്ടി ഇടങ്ങേറ് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും മരിക്കേണ്ടി വന്നത്, ഞങ്ങളുടെ കുഞ്ഞുമക്കൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടി വന്നത്, ഞങ്ങളുടെ വീടുകൾ തകർന്ന് തരിപ്പണമായതെന്ന് ഏതെങ്കിലും ഒരു ഫലസ്തീനിലെ മക്കൾ പറഞ്ഞോ? ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞോ? ഇത്ര നാളായിട്ട് പറഞ്ഞ പ്രസിഡന്റ് നമ്മൾ ഏതെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ റിപ്പോർട്ടിൽ കാണുമല്ലോ അല്ലേ? എല്ലാം പറഞ്ഞോ? ബക്കറ്റുമാൻ ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ? ചായ കുടിച്ച് ഇരുട്ടേ സബൂറാക്ക് ബക്കറ്റ് എന്ന് കേട്ടെ. ഞാൻ എന്നെ വിളിച്ചല്ലേ ബക്കറ്റുമാൻ എന്ന്. സബൂറാക്ക് സമാധാനമായിട്ട് കുടിക്കട്ടെ. നീ ബക്കറ്റ് കാണുമ്പോൾ അവർക്ക് പിന്നെ കുടിക്കാനുള്ള മനസ്സേ വരൂല. മനസ്സിലായില്ലേ? ഒരൊറ്റ ആളും എതിർത്തില്ലല്ലോ, പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഇവർ കാണിച്ചത് തമ്മാടിത്തരായിപ്പോയി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തന്നെ ജീവിക്കാൻ പറ്റാത്തത്. അവർ നിങ്ങളെ നാളെ കൊല്ലും, മര്യാദയ്ക്ക് പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് വന്നോ? ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ പോകില്ല. ചെറിയ കാര്യമാണോ? ചെറിയ സ്ഥലമാണോ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് എന്താ നബി പറഞ്ഞത്? അതാ രസം. അതാ പറഞ്ഞത്. ഇതൊക്കെ ഹദീസും ആയത്ത് തോന്നണമെന്നുണ്ടെങ്കിൽ എംഎൽഎ കൊണ്ടൊന്നും പറ്റൂല. അതൊക്കെ ഞങ്ങളെ വിളിച്ച് കുറച്ച് പൈസ താ, ഞങ്ങൾ പറഞ്ഞുതരാം. ഫ്രീ ആയിട്ടൊന്നും പറഞ്ഞുതരാൻ പറ്റൂല. കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ എന്താ അതിനെ വിലയുള്ളൂ. ട്യൂഷൻ എടുക്കാൻ പോകുമ്പോൾ പൈസ കൊടുക്കുമല്ലോ. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വന്ന് ക്ലാസ് എടുക്കുന്നതിന് പൈസ കൊടുക്കുമല്ലോ. അതെ, ഒരു സബ്ജക്റ്റിന് ഇത്ര മണിക്കൂറിന് ഇത്ര 1000 രൂപയാണ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ.
പലസ്തീനെ കുറിച്ച് കേൾക്കണോ? പറഞ്ഞുതരാൻ വെറുതെ പറ്റൂല, പൈസ തന്നാൽ നല്ലപോലെ പറഞ്ഞുതരാം. പഠിക്കണം പലസ്തീൻ. ഖുറാനിൽ പറഞ്ഞ വാക്ക, വെറുതെ അല്ലാതെ സംഭവം പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പേരെ സൂറത്ത് ബനി ഇസ്രായേൽ, ഇസ്രായേൽ എന്ന് അല്ലാഹു തആല സൂറത്ത് തന്നെ പേരിട്ടെന്നത് പറഞ്ഞ വാക്കെന്താ? ചെറിയ കാര്യമല്ല അത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാരക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു പോലും പറഞ്ഞു ഖുർആനിൽ മസ്ജിദുൽ അഖ്സയെ കുറിച്ച്. അല്ലാഹു പോലും പറഞ്ഞു സുബ്ഹാൻ, എത്ര പരിശുദ്ധനാണ്, മഹോന്നതനാണ് അല്ലാഹ്. അല്ലദീ അവൻ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. ഒരൊറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിച്ച നാദാ, നീ മഹോന്നതനാണ്, ശ്രേഷ്ഠനാണ്, ഉത്കൃഷ്ടനാണ് റബ്ബേ. ഏതാണ് മസ്ജിദുൽ അഖ്സ? ഉണ്ടോ? മക്കയും മദീനയും ഒക്കെ പറഞ്ഞിട്ട് ഈ മസ്ജിദുൽ അഖ്സായ്ക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു കാര്യം കൊണ്ട് അള്ളാഹ് പറഞ്ഞു. അത് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ അള്ളാഹു ലൈലം മിനൽ മസ്ജിദുൽ ഹറാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പറഞ്ഞത് മസ്ജിദുൽ അഖ്സ അല്ലദീ ബാരക്നാ ഹൗലഹു. ആ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് നാം ബർക്കത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിനുരിയഹു മിൻ ആയാതിനാ, നാം എന്തൊക്കെയാണ് അവിടെ ചെയ്തു വെച്ചതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ പ്രവാചകരെ? വാ, അതിനാണ് നിങ്ങളെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. ബാരക്നാ ഹൗലഹു, എൻ്റെ പരിസരത്ത് ഞാൻ ബർക്കത്ത് ചെയ്തിട്ടുണ്ടെന്ന്. ഏറ്റവും വലിയ ഇന്ധനം നിറഞ്ഞു കിടക്കുകയാണ് ഗസയുടെ മണ്ണിൻ്റെ അടിയിൽ. ഏറ്റവും വലിയ ഇന്ധനം. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമായി ഗസ മാറും. ഇത് അവൻ മണത്തറിഞ്ഞു. അതാണ് ആ ഏരിയ അവന് പിടിച്ചെടുക്കണം. സംഭവം ചെറിയ കാര്യമല്ല ബീവേ. ഇത് ബർക്കത്ത്. നമ്മളൊക്കെ ദുആ ചെയ്യുന്നതാ, അല്ലാഹു കച്ചവടത്തിൽ ബർക്കത്ത് തരണേ, സമ്പത്തിൽ ബർക്കത്ത് തരണേ, വീട്ടിൽ ബർക്കത്ത് തരണേ, കുടുംബത്തിൽ ബർക്കത്ത് തരണേ. ഈ ബർക്കത്ത് എന്നൊക്കെയുള്ള വാക്കമല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്? ബർക്കത്ത് വേണോ? എന്താ വേണോ? ആ, എന്നാ ബക്കറ്റ് ഇടേ. ബക്കറ്റ് ബർക്കത്ത് പറയല്ല, ബക്കറ്റ്. ഇനി ഉസ്താദിന് എന്താന്നില്ലെന്നല്ല. എല്ലാ ഉസ്താദന്മാരുടെ അടുത്തോട്ടാണല്ലോ ആദ്യം വരുന്നത്. മന്നാനി വല്ലതും ഉണ്ടാ? എപ്പോഴും ഇനി സ്റ്റേജ് വരും, വെറുതെ കയറി വരരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സദഖയുടെ ബർക്കത്ത് കൊണ്ട് ആ പലസ്തീൻ്റെ മക്കളെയൊക്കെ സഹായിക്കട്ടെ. ആ പശ്ചിമേഷ്യൻ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിച്ച് അല്ലാഹുവേ നീ ലോകത്ത് സമാധാനം സ്ഥാപിക്കണേ പടച്ചവനെ. അല്ലാഹ് അവർക്കെല്ലാം നീ ശുഹദാക്കളുടെ പട്ടിക കൊടുത്തവരെ സ്വർഗത്തിലെത്തിക്കണേ പടച്ചവനെ. രോഗികൾക്ക് ശിഫ കൊടുക്കണേ അല്ലാഹുവേ. നിന്റെ ഖുദ്റത്ത്, നിന്റെ കറാമത്ത്, നിന്റെ മുഅ്ജിസത്ത് അല്ലാഹുവേ റബ്ബേ, നിന്റെ അനുഗ്രഹങ്ങളും നിന്റെ അജ്ഞാതമായ പല അത്ഭുതങ്ങളും ആ നാട്ടിൽ നീ ഇറക്കാൻ ഞങ്ങൾ ചെയ്യുന്ന ഈ സദഖ നീ സബബാക്കണേ പടച്ചവനെ. ബിസ്മില്ലാ. നല്ല നിയത്തോടെ എല്ലാവരും ഇടും, ആരും കൈ മലർത്തരുത് ഇൻഷാ അല്ലാഹ്. അല്ലാഹ് സഹായിക്കാൻ ബിവേ. നമ്മുടെ ദുആ എന്ന് പറഞ്ഞാൽ ചെറിയല്ല. ദുആ എന്നുള്ളൊരു സംഭവം അത് നിങ്ങൾ കേൾക്കണം, പഠിക്കണം. വിഷയം ദുആ. വിഷയം ദുആ. ദുആ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ. ദുആ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്താ ദുആ എന്ന് പറഞ്ഞാൽ ദുആ അല്ലേ? ദുആ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറഞ്ഞാൽ ദുആ എന്താ നിങ്ങൾ ആദ്യം പഠിക്കണം, മനസ്സിലാക്കണം. ദുആ എന്ന ഒരു വിഷയം ഒരു ദിവസം പ്രഭാഷണം. ദുആ ഹോംഗെ മേരി ഖുദായാ സർദേ മേരെ കാവിശോംഗാ മുझे तू സമർദേ. ദുആ. അപ്പോൾ മോനെ ഒരു ഗ്ലാസ് ഉറഞ്ഞു വേടാ. അല്ല എല്ലാവരും കൂടെ കൊടു അല്ലേ? ആ ഗ്ലാസ്സിൽ ഒഴിക്കും.
ഇതിനകത്താകുമ്പോൾ ഈ മെഴുകാണ് സംഭവം. ഗൾഫ് രാജ്യത്തിൽ പോയാൽ അവിടുത്തെ പേപ്പർ ഗ്ലാസ് ഭയങ്കര കട്ടിയാണ്. അവിടെ ഈ മെഴുകിൻ്റെ പണി നടക്കൂല. ഇവിടെയാണ് ഉടായ്പ സാധനമല്ല, അവരൊക്കെ ഒറിജിനൽ സാധനങ്ങളാണ്. അവിടെ ഒരു ചായക്കട കയറി ഒരു പേപ്പർ ഗ്ലാസ്സിൽ കുടിച്ചാൽ കൈ കൊണ്ട് ഞാൻ അമർത്തിയാൽ പോലും അത് അനങ്ങൂല. അതാണ് ഒറിജിനൽ സാധനം. അത് മെഴുകില്ലാത്ത ഐറ്റമാണ്. ഇവിടെ മെഴുക് പുരട്ടിയിട്ട് വരാം, പിടിച്ചാൽ പുളുക്കെന്നായി പോകുന്ന സാധനം. എല്ലാ ഉടായ്പിലൂടെ പൈസ ഉണ്ടാക്കാനാണ് സംഭവം. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ ദുആർക്ക് എല്ലാവരും ഇടണേ സഹോദര. ഒരു ബക്കറ്റ് അവൻ വീണ്ടും കൊണ്ടുപോയി നിറച്ചിട്ട് അടുത്ത ബക്കറ്റ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ? ഇത്ര പെട്ടെന്ന് അല്ലാഹ്, ഭയങ്കര സംഭവം തന്നെയാണ്. ബർക്കത്ത് കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞു. അപ്പൊ അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത സ്ഥലമാണ്, ബർക്കത്ത് ചെയ്ത സ്ഥലമാണ്. ബാറക്നാ അലൈഹി വഅലാ ഇസ്ഹാഖ്. ഉണ്ടോ? കേട്ടോണേ എങ്ങനെ ബർക്കത്ത്. ബാറക്നാ അലൈഹി വഅലാ ഇസ്ഹാഖ് വമിൻ ദുർരിയതിഹിമാ മുഹ്സിനുൻ വളാലിമുൻ ലിനഫ്സിഹി മുബീൻ. ആ സ്ഥലത്ത് പഹയന്മാരുണ്ട്. അതാ രസം. ബർക്കത്ത് ചെയ്ത സ്ഥലമാണ്. അവിടെ നല്ലവനുണ്ട്, മോശക്കാരനുണ്ട്. ഖുർആൻ പറഞ്ഞ വാക്കാണ്. ബാറക്നാ അലൈഹി വഅലാ ഇസ്ഹാഖ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സന്താന പരമ്പര, യാക്കൂബ് നബിയുടെ സന്താന പരമ്പര, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവിടുത്തെ ആ പാരമ്പര്യത്തിന് ബർക്കത്തുണ്ട് എന്ന് അല്ലാഹു പറയുമ്പോ വമിൻ ദുർരിയതിഹിമാ മുഹ്സിനുൻ വളാലിമുൻ ലിനഫ്സിഹി മുബീൻ. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലും അവിടുത്തെ സന്താനങ്ങളിലും നല്ലവരുണ്ട്, മോശക്കാരനുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ വാക്കാണ്. ബർക്കത്ത്, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹ് അവിടെ ബർക്കത്ത് ചെയ്തു. പക്ഷേ ആ ബർക്കത്ത് ചെയ്യപ്പെട്ട നാട്ടില് മോശക്കാരൻ കടന്നുകൂടിയിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞ വാക്കാ ലിനഫ്സിഹി മുബീൻ. രണ്ട് വിഭാഗമുണ്ട്. അതുകൊണ്ടല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഹ്സിൻ നല്ലവനായിരുന്നു. പക്ഷേ മറ്റുള്ളവരോ ളാലിമുൻ ലിനഫ്സിഹി മുബീൻ, അവര് അനുസരണക്കേട് കാണിച്ചവരായിരുന്നു. രണ്ടു കൂട്ടരോടെ വന്നില്ലേ? രണ്ടു കൂട്ടരോടെ വന്നില്ലേ? സംഭവം രണ്ടു കൂട്ടരും അവിടെ വന്നില്ലേ? അതാണ് ചിന്തിക്കേണ്ടത്. മുഹ്സിനുൻ വളാലിമുൻ ലിനഫ്സിഹി മുബീൻ. അതുകൊണ്ട് ആ നാട്ടിൽ തന്നെയാണ് പ്രശ്നങ്ങൾ അല്ലാഹു തആല ഇറക്കിയത്. കണ്ടില്ലേ? ആ നാട്ടിൽ തന്നെ ആ ഇസ്രായേലിന്റെ ഭാഗം, ആ ഭാഗം, ഇതെല്ലാം ഒരു ചെറിയ ഷാം എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് തന്നെ അവർ പുറപ്പെട്ടത്. കണ്ടില്ലേ? അപ്പോൾ അവർ നല്ലവരുണ്ട്, കെട്ടവരുണ്ട്.